കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഒരു ഞായറാഴ്ചയുടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവം എനിക്കൊരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ഇന്ന് പകൽ ശരണപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം കുറിവാക്യമായി വായിക്കുന്നു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. പൊതുവെ ക്രൈസ്തവരായ ആളുകൾക്ക് എല്ലാം അറിയാവുന്ന യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആദ്യത്തെ വാചകമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപാകെ വായിച്ച് കേൾപ്പിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങളുടെ മുൻപിൽ ഞാൻ ഒന്ന് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. എന്നാൽ അതിനു മുൻപ് എന്താണ് ഞാൻ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത് എന്ന വിഷയം ഒറ്റ വാക്കിൽ സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആ വായിച്ച വാക്യത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ദൈവത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാം എന്നാണ്. ഇന്ന് പകൽ നിങ്ങളുടെ മുൻപാകെ ചിന്തയ്ക്കായി വയ്ക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം ദൈവത്തിൻ്റെ പിതൃത്വം, ദ ഫാദർഹുഡ് ഓഫ് ഗാഡ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 എന്നീ അധ്യായങ്ങളെ ഗിരിപ്രഭാഷണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദൈവരാജ്യത്തിൽ ഒരു വ്യക്തിയായിത്തീരുമ്പോൾ ദൈവം ഭരിക്കുന്ന ഒരു ശിഷ്യൻ്റെ സ്വഭാവം എന്തായിരിക്കണമെന്ന് രാജ്യത്തിൻ്റെ രാജാവാകുന്ന യേശുക്രിസ്തു വളരെ വിശദമായി പഠിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് ഈ 3 അധ്യായങ്ങളും. കർത്താവിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഓഡിയൻസ് 5-ാം അധ്യായത്തിൽ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. കർത്താവിൻ്റെ പ്രൈമറി ഓഡിയൻസ് കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എന്നാൽ 7-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ പ്രസംഗം അതെല്ലാം കഴിഞ്ഞ ശേഷം ഇങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്: ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. പ്രൈമറി ഓഡിയൻസായി ശിഷ്യന്മാരുണ്ട്, എങ്കിലും പുരുഷാരം കൂടെ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. പുരുഷാരം എപ്പോഴും കർത്താവിന് ചുറ്റും ഉണ്ടായിരുന്നു എന്ന് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ പ്രധാന കാരണം 4-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ്റെ ശ്രുതി സുറിയയിൽ ഒക്കെയും പരന്ന് നാനാ വ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനവരെ സൗഖ്യമാക്കി. ഗലീല, ദെക്കപ്പൊലി, യെരുശലേം, യഹൂദിയ, യോർദാൻ അക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഇങ്ങനെ ധാരാളം പുരുഷാരം താഴ്വരയിൽ യേശുവിന് ചുറ്റുമുണ്ട്. ആ സമയത്താണ് യേശു മലയുടെ മുകളിൽ കയറി ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ശിഷ്യന്മാരെയാണ് പ്രധാനമായി പഠിപ്പിക്കുന്നത് എങ്കിലും പുരുഷാരത്തെ വിലക്കിയിട്ടില്ല. പുരുഷാരത്തിൽ ചിലരെങ്കിലും ഈ പ്രഭാഷണം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം. കുറച്ചുകൂടെ പറഞ്ഞാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവരാജ്യത്തിലെ ഒരു ദൈവ പൈതലിൻ്റെ ഭക്തിയെക്കുറിച്ചാണ് യേശു പഠിപ്പിക്കുന്നത്. പ്രധാനമായി 3 കാര്യങ്ങളാണ് യേശു പഠിപ്പിക്കുന്നത്. ആദ്യത്തെ 4 വാക്യങ്ങളിൽ
യേശു പഠിപ്പിക്കുന്നത്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവീൻ. അല്ലാതിരുന്നാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. ദാനധർമ്മം കൊടുക്കുമ്പോൾ അത് സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യേണ്ടത്. മനുഷ്യർക്ക് കാണേണ്ടതിന് ആ മനോഭാവത്തോടെ കൊടുക്കാതെ, അവരുടെ ആവശ്യത്തിൽ അവരെ സഹായിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന ദൈവം തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കും, മാനിക്കും, പ്രതിഫലം കൊടുക്കും എന്ന് യേശു പഠിപ്പിച്ചു. അതിനുശേഷം 5-ാമത്തെ വാക്യം മുതൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ആദ്യം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് യേശു ആദ്യം പഠിപ്പിച്ചു. അതിനുശേഷമാണ് 9 മുതലുള്ള വാക്യങ്ങളിൽ അതിൻ്റെ 15-ാം വാക്യം വരെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് യേശു പഠിപ്പിക്കുന്നത്. അതോട് ചേർന്ന് 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും ഉപവസിക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ ഉപവസിക്കരുത് എന്ന് യേശു പഠിപ്പിച്ചു. 18 വാക്യങ്ങൾ വരെ ഈ 3 പ്രധാന വിഷയങ്ങളാണ് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് തൻ്റെ ഓഡിയൻസിനെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 11 വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം അവിടെ എഴുതിയിരിക്കുന്നതും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് പകൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് യേശു കർത്താവ് ഈ പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ പൊതുവെ ആളുകൾ കർത്താവിൻ്റെ പ്രാർത്ഥന എന്നാണ് ഇതിനെ വിളിക്കുന്നത് എങ്കിലും ഇത് യഥാർത്ഥത്തിൽ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കർത്താവ് അവരിവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പഠിക്കണമോ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് യാതൊരു നിലയിലും അവരെ നിരുത്സാഹപ്പെടുത്താതെ കർത്താവ് ഈ പ്രാർത്ഥന അവരെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. ഒരു പക്ഷെങ്കിൽ കർത്താവിൻ്റെ അസാധാരണമായ പ്രാർത്ഥനാ ജീവിതമായിരിക്കും ശിഷ്യന്മാരെ ഇങ്ങനെ പ്രാർത്ഥന പഠിക്കുവാനായി അവരെ റിക്വസ്റ്റ് ചെയ്യുവാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്ന് നമ്മൾ ചിന്തിക്കാം. അങ്ങനെ കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. എന്നാൽ കർത്താവ് അവരെ പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ഗൗരവമേറിയ കാര്യങ്ങൾ വിട്ടിട്ട് ക്രൈസ്തവ ഗോളം ഈ ഒരു പ്രാർത്ഥനയെ ചൊല്ലി ഒരു വലിയ ഡിവിഷൻ തന്നെ ഉണ്ട്. ഒരു കൂട്ടർ പറയുന്നത് ഇത് എന്നും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ തെറ്റാണ്. വേറൊരു കൂട്ടർ പറയുന്നു അങ്ങനെ ഇത് എന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വലിയ ഡിവിഷൻസ് ഉണ്ടാക്കുന്നതിന് പകരം ഈ പ്രാർത്ഥനയിൽ കർത്താവ് ഉദ്ദേശിച്ച ഇതിൽ അന്തർലീനമായി കിടക്കുന്ന ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും സത്യം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തും. ഒരു വാക്കിൽ ഞാൻ പറയട്ടെ, ഇത് കർത്താവ് എന്നും പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ച ഒരു പ്രാർത്ഥനയായി നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഈ വണ്ണം പ്രാർത്ഥിക്കുക, പ്രേ ലൈക്ക് ദിസ്, നോട്ട് ടു പ്രേ ദിസ്. അത് എന്നും ഉരുവിടണം എന്ന കർത്താവ് ആഗ്രഹിച്ചിട്ടില്ല. അതുപോലെ മേലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ജൽപ്പനം ചെയ്യരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. വെയിൻ റെപ്പറ്റീഷൻസ്, അതിൻ്റെ ആവശ്യം പ്രാർത്ഥനയിൽ ഇല്ല. അതുകൊണ്ട് ഇതൊരു മോഡൽ പ്രെയറാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. എന്നാൽ മറുവശത്ത് ഒരാൾ ഇത് സ്ഥിരമായി പ്രാർത്ഥിച്ചാൽ അതിനകത്ത് ഒരു തെറ്റുമില്ല. എത്രയോ സങ്കീർത്തനങ്ങൾ കാണാതെ നമ്മൾ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം കാണാതെ പഠിച്ച് നമ്മൾ ഉരുവിടുന്നുണ്ട്. അത് അനുഗ്രഹമാണ്. സങ്കീർത്തനം 23, സങ്കീർത്തനം 121, 118 ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ കാണാതെ പഠിച്ച് ഉരുവിടുന്ന പതിവുണ്ട്. 91-ാം സങ്കീർത്തനം എത്രയോ ആളുകൾക്ക് കാണാതെ
മനഃപ്പാഠമായിട്ടറിയാം. അങ്ങനെ ചില ആളുകൾക്ക് ഇത് മനഃപ്പാഠം എല്ലാ ദിവസവും പറയാനും അതിലൂടെ അവർ അനുഭവിക്കുന്ന ആത്മീക സന്തോഷത്തെ നമ്മൾ തിരസ്കരിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ഉദ്ദേശിച്ചത് വൈനായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുവാൻ അല്ല എങ്കിലും ആരെങ്കിലും ഒരാൾക്ക് ഇതിൽ അങ്ങനെ പറഞ്ഞ് അവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നെങ്കിൽ നല്ല കാര്യം. അതുകൊണ്ട് ഇത് വേണോ വേണ്ടായോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് അതിൽ ഡിവൈഡഡ് ആകാതെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഉള്ളതിലെ ആരോട് പ്രാർത്ഥിക്കണം എന്ന വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. ആ 9-ാം വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്, യു ക്യാൻ കോൾ ഗോഡ് യുവർ ഫാദർ. യഹൂദ മതത്തിൽ ദൈവത്തിന്റെ പിതൃത്വം എന്ന ചിന്ത പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതൊരു സെൻട്രൽ തീം അല്ലായിരുന്നു. മാത്രവുമല്ല, യഹൂദന്മാർക്ക് ഈ സത്യം അറിയാം എങ്കിലും അവർ ദൈവസന്നിധിയിൽ പലപ്പോഴും പാപം ചെയ്ത് അന്യദേവന്മാരെ സേവിച്ച് ഈ പ്രധാനപ്പെട്ട ഈ വെളിപ്പാടിൽ നിന്ന് അവർ വളരെ ദൂരത്തിൽ പോയി. ദൈവത്തെ അങ്ങനെ ഇൻറ്റിമേറ്റായി അറിയുവാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം അവർക്കുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിലാണ് ശിഷ്യന്മാരെ യേശു കർത്താവ് എൻകറേജ് ചെയ്യാണ്, യു ക്യാൻ കോൾ ഗോഡ് യുവർ ഫാദർ. അങ്ങനെ ദൈവവുമായി വളരെ വ്യക്തിപരമായി ഒരു അസാധാരണമായ പിതാവും പുത്രനും എന്ന ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. ആ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാം എന്ന് യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ആ ഒരു വാക്യത്തിൽ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ആ ആദ്യത്തെ വാക്യത്തിൽ ആരാധന തന്നെ ഇൻവോൾവ് ആണ്. യഥാർത്ഥ പ്രാർത്ഥനയിൽ അത് തുടങ്ങേണ്ടത് ആരാധനയോടുകൂടിയാണ് എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ ദൈവവുമായി വ്യക്തിപരമായ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഇത് പുരുഷാരവും കേൾക്കുന്നുണ്ട്. ഈ വലിയ സത്യം അവർക്കും തുറക്കപ്പെടുകയാണ്. താഴ്വരയിലെ അത്ഭുതങ്ങൾ കൊണ്ട് തൃപ്തിയാകാതെ അഖിലാണ്ടത്തെ മുഴുവനും ഒന്നുമില്ലായ്മെന്നും സൃഷ്ടിച്ച മഹാദൈവവുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ഉള്ള പദവി ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്നു എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഇത് പുരുഷാരവും കേൾക്കുന്നുണ്ട്. പിതാവേ, ഫാദർ എന്ന ആ ഒരു വാക്ക് പുതിയ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സമവീക്ഷണ സുവിശേഷങ്ങളാകുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ കർത്താവ് തന്നെ പറയുന്നത് ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതാണ്ട് 50ഓളം തവണ ആ വാക്ക്, ആ പ്രയോഗം കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്നാൽ കർത്താവ് ഏതാണ്ട് 100ഓളം തവണ പിതാവേ എന്ന് വിളിക്കുന്ന പ്രസ്താവന നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇനി നമ്മൾ ഈ വായിച്ച 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതാണ്ട് 10 തവണയെങ്കിലും പിതാവേ എന്ന് കർത്താവ് ദൈവത്തെ സംബോധന ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അത്രമാത്രം പ്രാധാന്യത അർഹിക്കുന്ന ഒരു പ്രയോഗമാണ് പിതാവേ എന്ന ആ വാക്ക്. ഇവിടെ പുതിയ നിയമം എഴുതിയിരിക്കുന്ന യവനായ ഭാഷയിൽ പേറ്റർ എന്നൊരു പ്രയോഗമാണ്. എങ്കിലും കർത്താവ് അന്ന് ഉപയോഗിച്ച ഭാഷ, അവിടുത്തെ ആ കാലഘട്ടത്തിലെ സംസാര ഭാഷ അരാമ്യ ഭാഷയായിരുന്നു. അരാമ്യ ഭാഷയിൽ അബ്ബ എന്ന പ്രയോഗമാണ് കർത്താവ് ഉപയോഗിച്ചത്. അബ്ബ എന്ന ആ പ്രയോഗം ശരിക്കും നമുക്ക് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഡാഡി അല്ലെങ്കിൽ പപ്പ എന്നൊക്കെ കുഞ്ഞുങ്ങൾ അവരുടെ പിതാവിനെ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മളിൽ പലരും
അത് ആ വാക്കുകൾ കുഞ്ഞുങ്ങൾ പറയുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വാക്കാണ് സ്വർഗസ്ഥനായ പിതാവേ, ഫാദർ, അബ്ബ എന്ന് വിളിക്കുന്ന ആ വാക്ക്. ഈ പുതിയ നിയമത്തിൽ തന്നെ ഗ്രീക്കിലോട്ട് തർജ്ജിമ ചെയ്യാതെ ആ വാക്ക് എടുത്തെഴുതിയിട്ടുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മർക്കോസിന്റെ സുവിശേഷം 14:36, റോമാലേഖനം 8:15, ഗലാത്യലേഖനം 4:6 എന്നീ വാക്യങ്ങളിൽ നിങ്ങൾക്ക് ആ അരാമ്യ വാക്ക് തന്നെ പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. പിതാവാം ദൈവത്തെ യേശു കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ദൈവമങ്ങ് ദൂരെയിരിക്കുന്ന ഒരാളായിട്ട് മാത്രമല്ല, ആളുകളുമായി വ്യക്തിപരമായ ബന്ധത്തിൽ വന്ന് ഒരപ്പനെ പോലെ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു ദൈവമായിട്ടാണ് യേശു കർത്താവ് ഈ പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്താണ് പ്രാർത്ഥന? ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. പിതാവും മകനുമായി ചിലവഴിക്കുന്ന സമയമാണ് പ്രാർത്ഥന. അപ്പനോട് മകൻ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. പലർക്കും പ്രാർത്ഥന വളരെ ബോറിംഗ് ആണ്. പലർക്കും പ്രാർത്ഥനയിൽ ഇരിപ്പാൻ സമയമില്ല. ഈ അർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ. അപ്പനും മകനും തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ ബന്ധം സജീവമാണ്, അത് ലൈവാണ് എങ്കിൽ ഒരിക്കലും ഒരു ബോറിംഗ് ഉണ്ടാകുന്നില്ല. വൺ വേ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് പ്രാർത്ഥനയിൽ നടക്കുന്നത്. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ അപാരമായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ രഹസ്യം. പിതാവാം ദൈവവുമായി ആ സജീവ ബന്ധത്തിലായിരുന്ന പുത്രനായ യേശു സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ ആ പ്രാർത്ഥനാ ജീവിതം നമുക്ക് സുവിശേഷകർ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത്, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ രഹസ്യം ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയിലാണ് നമ്മൾ ജീവനുള്ള ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എത്രയോ വലിയ ഒരാത്മീയ അനുഭവമാണ് പ്രാർത്ഥന. അല്ലാതെ പ്രാർത്ഥന ചിലർ ചിന്തിക്കുന്നത് പോലെ മതപരമായ ഒരു ചടങ്ങല്ല. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവനുള്ള ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയും. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ഒരു പദവി യേശു കർത്താവ് നമ്മൾക്ക് കാണിച്ചു തരികയാണ്. ആ പദവിയിൽ നമ്മൾ ആയിത്തീർന്നാൽ പ്രാർത്ഥനാ സമയമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി, ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് മാറും. സർവശക്തനായ ദൈവത്തോടുകൂടി സമയം ചെലവഴിക്കുന്നതിനേക്കാൾ എന്താണ് ത്രില്ലിംഗ് ആയിട്ട് ജീവിതത്തിൽ ഉള്ളത്? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്, എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തുന്നത് പുത്രനായ യേശുക്രിസ്തുവാണെന്ന് തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നവർക്ക് മാത്രമേ പിതാവാം ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ഇതൊരു വലിയ സത്യമാണ്. ലോകത്തിൽ പല ആളുകൾ ദൈവത്തെക്കുറിച്ച് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ആശയങ്ങൾ ശരിയാവണമെന്നില്ല. പലപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ശരിയാണ് എന്ന ചിന്തയിൽ നമ്മൾ പുലർത്താറുണ്ട്. ദൈവത്തെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ ഒറ്റയാൾക്കേ കഴിയുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്ന നസ്രയനായ യേശുക്രിസ്തുവാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ഞാൻ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ
എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന് മാത്രമേ ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെയാണ് വാക്യം: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പഴയ നിയമ കാലഘട്ടത്തിൽ മോശയൊക്കെ കണ്ടത് ഭാഗികമായ നിലയിൽ, ദൈവം അവർക്ക് വെളിപ്പെടുത്തിയ നിലയിൽ മാത്രമേ ഉള്ളൂ. എബ്രായ ലേഖനം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഭാഗമായി പണ്ടുകാലത്ത് വെളിപ്പാടുകൾ ജനത്തിന് കൊടുത്തിരുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് വന്നിരിക്കുന്ന നമുക്ക് പുത്രനിലൂടെ ആ വെളിപ്പാടിൻ്റെ പൂർണ്ണത ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കർത്താവിൻ്റെ ആ ക്വാളിറ്റി നോക്കിയേ. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ, പിതാവാം ദൈവവും പുത്രനും തമ്മിലുള്ള ആ വ്യക്തിപരമായ ഇന്നലത്തെ നിത്യത മുതലുള്ള ആ അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. അങ്ങനെ ദൈവവുമായിട്ട് ഇരുന്ന പുത്രൻ ജഡമെടുത്ത ഭൂമിയിൽ വന്നു. ആ പുത്രന് മാത്രമേ പിതാവ് എങ്ങനെയുള്ളവൻ, പിതാവ് ആരാണ് എന്നീ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മാനുഷിക സങ്കല്പങ്ങൾ കൊണ്ട് നമുക്ക് ദൈവത്തെ ഒരിക്കലും അറിയുവാൻ കഴിയുകയില്ല. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ചില കലാകാരന്മാർ എൻ്റെ കൂടെ യാത്ര ചെയ്തു. അതിൽ ഫ്ലൂട്ട് നന്നായി വായിക്കുന്ന, പ്രൊഫഷണലായിട്ട് വായിക്കുന്ന ഒരു പ്രിയ സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ ഫ്ലൂട്ട് ഇങ്ങനെ വായിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് ഈ ഒരു പ്രത്യേക കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെറുപ്പത്തിൽ തൻ്റെ അമ്മയുടെ ഒപ്പം ഒരു വഞ്ചിയിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കണ്ണ് കാണാൻ കഴിയാത്ത ഒരു വ്യക്തി ആ വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് ഫ്ലൂട്ട് വായിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. വളരെ മനോഹരമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണുന്നില്ല എങ്കിലും ആ ഫ്ലൂട്ട് വായിക്കുന്നത് ഈ ബാലനായിരുന്ന ഈ പ്രിയ സ്നേഹിതൻ അത് കണ്ട് അന്ന് താന് ഈ ഫ്ലൂട്ടിലേക്ക് ആകർഷിക്കപ്പെട്ടതാണ്. പിന്നീട് ചില ദിവസങ്ങൾ കഴിഞ്ഞ് പള്ളിപ്പറമ്പുകളിൽ നടക്കുന്ന ഉത്സവത്തിൽ ഒരു ഫ്ലൂട്ട് താൻ മേടിച്ചു. പക്ഷേ ഈ ഫ്ലൂട്ട് വായിക്കുവാൻ ശ്രമിച്ചിട്ട് താൻ ശ്രദ്ധിച്ച ആളുകൾ വായിക്കുന്നത് പോലെ തനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. താൻ ഉദ്ദേശിച്ച ശബ്ദങ്ങൾ ഈ ഫ്ലൂട്ടിൽ നിന്ന് വരാതെ ഇരുന്നപ്പോൾ തൻ്റെ വല്യമ്മ തന്നോട് പറഞ്ഞു കൊടുത്തു, കുഞ്ഞേ, ഈ ഫ്ലൂട്ടിൽ നിന്ന് ശരിക്ക് ശബ്ദം വരണമെങ്കിൽ ഫ്ലൂട്ടിനകത്ത് നീ ചൂളമടിക്കണം. അങ്ങനെയാണ് ആളുകളൊക്കെ ഈ ശബ്ദം മനോഹരമായി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ബാലനായിരുന്ന ഈ വ്യക്തിക്ക് ചൂളമടിക്കാൻ അറിയില്ല. അതുകൊണ്ട് വളരെ നിരാശനായി മേടിച്ച ഫ്ലൂട്ട് മാറ്റിവെച്ചു. തന്നെക്കാൾ വളരെ മുതിർന്നയാളാണ്, പ്രായമുള്ളയാണ് തൻ്റെ വല്യമ്മ. പക്ഷെ വല്യമ്മ ഫ്ലൂട്ട് വായിച്ചിട്ടില്ല. അനേക വായനക്കാരെ കണ്ടിട്ടുണ്ട്. വല്യമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആശയമാണ് ഈ ചെറുബാലന് പറഞ്ഞു കൊടുത്തത്. തെറ്റായ ആശയമാണ്. പക്ഷേ തെറ്റായ ആശയത്തെ ശരിയാണ് എന്നും കണ്ട് ഈ ബാലൻ വർഷങ്ങൾ അവൻ്റെ ജീവിതം പാഴാക്കി. പിൻകാലങ്ങളിലാണ് ഫ്ലൂട്ട് എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ളതിൻ്റെ രഹസ്യം തനിക്ക് മനസ്സിലായി. പിന്നീട് താനത് പഠിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രൊഫഷണലായി തീരുകയും ചെയ്തു. തെറ്റായ ധാരണകൾ ഇതുപോലെ പല ആളുകൾ, ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കാത്ത ആളുകൾ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ശരിയാണ് എന്ന ആ ചിന്തയിൽ നാം വെച്ചു പുലർത്തുന്നതാണ് പലപ്പോഴും ശരിയായ സത്യം മനസ്സിലാക്കാൻ തടസ്സമായിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് ശരിയാം വണ്ണം പറയണമെങ്കിൽ അതൊറ്റയാൾക്ക് കഴിയത്തുള്ളൂ. ദൈവത്തോട് കൂടെ ഇരുന്ന ഉയരത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിയായി ദൈവത്തെ അറിയണമെങ്കിൽ യേശുക്രിസ്തുവിനെ നാം ശ്രദ്ധിക്കണം. യേശുവിൻ്റെ പ്രസ്താവനകളും യേശുവിൻ്റെ ജീവിതവും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവിൻ്റെ ഐഹിക ജീവിത കാലത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ
ഇങ്ങനെയൊരു പ്രസ്താവന കർത്താവ് പറയുന്നുണ്ട്. തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ 6-ാം വാക്യത്തിൽ, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. ലോകത്തിൽ ഒരു ദൗത്യം പിതാവാം ദൈവം പുത്രനെ ഏൽപ്പിച്ചു. ആ ദൗത്യം പിതാവാം ദൈവത്തിൻ്റെ നാമത്തെ ഈ ലോകത്തിൽ ആളുകൾക്ക് വെളിപ്പെടുത്തുക. പിതാവിൻ്റെ നാമമെന്ന് പറയുന്നത് ആ നാമം വഹിക്കുന്ന വ്യക്തിത്വം. 6 പ്രാവശ്യമെങ്കിലും പിതാവ് എന്ന പ്രയോഗം 17-ാം അധ്യായത്തിലുണ്ട്. പിതാവ്, ഫാദർ എന്ന ആ നാമം വഹിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ സ്വഭാവം യേശു കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. അപ്പൊ യേശുവിനെ നാം ശ്രദ്ധിച്ചാൽ, യേശുവിൻ്റെ പ്രസ്താവനകളും യേശുവിൻ്റെ ജീവിതവും ശ്രദ്ധിച്ചാൽ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. ദൈവം എങ്ങനെയുള്ളവൻ, ദൈവം ആരാണ് എന്നിത്യാദി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന വേറെ ഒരാളുമില്ല, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആകയാൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുമെന്ന ആ മനോഹരമായ ആഴമുള്ള വെളിപ്പാടാണ് ഈ പ്രാർത്ഥനയിൽ ആദ്യമായി കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അനേകർ ഈ പ്രാർത്ഥന ഉരുവിടുന്നത് പിതാവാം ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാതെയാണ്. പക്ഷേ നിങ്ങൾക്കിങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടുവാൻ കഴിയും. ബന്ധത്തിലേക്ക് കടന്നു വരുന്നവരാണ് ഈ ബാക്കിയുള്ള പ്രാർത്ഥന വാസ്തവത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. യു ക്യാൻ കോൾ ഗോഡ് യുവർ ഫാദർ. എത്രയോ വലിയ കാര്യമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ഇല്ലായിരിക്കാം, എന്ന് പറഞ്ഞാൽ മരിച്ചുപോയതായിരിക്കാം, അല്ലെങ്കിൽ ശരിയാവണ്ണം നിങ്ങളെ വളർത്തുന്ന ആ വളർച്ചയുടെ ഘട്ടത്തിൽ നിങ്ങളെ പരിപാലിച്ച് കാണുകയില്ല. പക്ഷെ ഞാൻ ഇന്ന് പകൽ ഈ ഞായറാഴ്ച രാവിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളെ കരുതുകയും നിങ്ങളെ കാണുകയും നിങ്ങളെ അനുഗ്രഹിക്കുവാനും നിങ്ങളെ സ്നേഹിക്കുവാനും ഒക്കെ താല്പര്യപ്പെടുന്ന സർവശക്തനായ സ്വർഗസ്ഥനായ ഒരു പിതാവിനെയാണ്. ഈ ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ നിങ്ങൾക്ക് വരണമെങ്കിൽ അതിനുള്ള ഏക മാർഗം യേശുക്രിസ്തുവാണ്. അപ്പോസ്തലപ്രവൃത്തി 4:12, മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമമാണ്. യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഞായറാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പിതൃത്വം ഇത് മനസ്സിലാക്കിയാൽ ജീവിതം അനുഗ്രഹമാകും, വിടുതലാകും. എന്നെ ആരും കരുതുവാനില്ല, എൻ്റെ കാര്യം ആരും അറിയുന്നില്ല എന്ന് ഇനിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിലൂടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മൾക്ക് തരുന്നു. ആകയാൽ ദൈവവുമായി മക്കൾ അപ്പൻ എന്ന ബന്ധത്തിലേക്ക് വരുവാൻ യേശു നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഇന്ന് പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ.